ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് EV. ഇനി EV വേണ്ട, 51% പേരും പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു വാർത്ത ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പലരും വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം ഒരു വാർത്ത മീഡിയ വൺ TVയുടെ പേരിൽ എന്ന രീതിയിലാണ് ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അകത്ത് ശരിക്കും ഞാൻ ഞെട്ടി. 51% പേരും ഈ നിലവിൽ EV യൂസ് ചെയ്യുന്നവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു പോകുകയെന്ന് വെച്ചാൽ അവർ ആ വാഹനം വിട്ട് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കത് ഞെട്ടലുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു EV യൂസ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ. കാരണം വാഹനത്തിന് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കാരണം കംപ്ലൈൻറ്റ് റേറ്റ് കൂടുതലാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, പൊതുവെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും 51% പേരും ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് ഒരു സർവേ നടത്തണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോൾ ആ സർവേയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. ഏതാണ്ട് പാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സർവേ കണ്ടക്ട് ചെയ്തത്. അവർ ഏതാണ്ട് 1.5 കോടി വാഹന ഉടമകൾ അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതിലേതാണ്ട് 2.5 ലക്ഷത്തോളം പേര് EV ഉള്ളവരാണ്. അതിൽ 500 EV ഉപഭോക്താക്കളിലാണ് ഇവർ സർവേ നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ആ സർവേയുടെ ഫലമായി അവർ മനസ്സിലാക്കിയത്, നിലവിൽ അവർ സർവേ നടത്തിയവരിൽ 51% പേരും പറയുന്നു ഞങ്ങൾക്ക് EV വേണ്ട, തിരിച്ച് ഞങ്ങൾക്ക് ഐസ് എഞ്ചിൻ വാഹനത്തിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ അതിൽ 88% പേർക്കും ചാർജിങ് സംബന്ധമായ ഉത്കണ്ഠയുണ്ട്. 73% പേർക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്, EVയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ EVയുടെ റീസെയിൽ വാല്യൂ സംബന്ധമായ ആശങ്കകൾ 33% പേർക്കുണ്ടെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു ക്യൂരിയോസിറ്റി എനിക്കും തോന്നുന്നത്, ഇത് ഒന്ന് അന്വേഷിച്ചാൽ എന്താണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ആശയം ടാറ്റ EV ഓണേഴ്സ് ക്ലബ് കേരള എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരിൽ ഒരാളായ അജയോട് സംസാരിക്കുന്നു. തുടർന്ന് മറ്റൊരു അഡ്മിനായ മനാഫ് സാറിനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സർവേ ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ സർവേ ഫോം ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച മനു എന്ന് പറയുന്ന മറ്റൊരു നെക്സോൺ EV ഓണർ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ സർവേ ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം ടിബോക്ക് എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ സർവേ ഫോം സർക്കുലേറ്റ് ചെയ്യുന്നു. തുടർന്ന് EV ഓണേഴ്സ് കേരള പോലെ മറ്റ് സമാനമായ വാട്സപ്പ് കൂട്ടായ്മകളും ഇത്തരം ഒരു സർവേയോട് സഹകരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഏതാണ്ട് 2500-ൽ പരം EV ഓണേഴ്സിലേക്ക് ഞങ്ങൾ ഈ ഫോം എത്തിക്കുവാൻ ശ്രമിച്ചു. അതിൽ ഏതാണ്ട് 300 താഴെ അംഗങ്ങൾ മാത്രമാണ് പ്രോപ്പറായിട്ട് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1 മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ സർവേ അവസാനിപ്പിക്കുകയുണ്ടായി. പിന്നെ ഒരു ചെറിയൊരു കാലതാമസം വന്നു. അത് വേറൊന്നുമല്ല, ഓണം ഈവായിരുന്നു. മാത്രമല്ല വ്യക്തിപരമായി ഞാനും തിരക്കിലായിരുന്നു. അതോടൊപ്പം തന്നെ അജിയും ഒരല്പം ഡ്യൂട്ടി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ 1 മാസം പോയി. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതുന്നത്. എന്തായാലും നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്, അതായത് ഞങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനെല്ലാം കൃത്യമായ പ്രൂഫ് ഉണ്ട്. കാരണം ഓരോരുത്തരും നൽകിയ സർവേ അല്ലെങ്കിൽ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന റെസ്പോൺസ്, അതിനെല്ലാം ഞങ്ങളുടെ ഈ രേഖകളുണ്ട്. ഭാവിയിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ, പഠനത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് നൽകുവാനും തയ്യാറാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് EV ഓണേഴ്സ് ഞങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും 10 ചോദ്യങ്ങളാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐസ് എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ EV ലാഭകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2, EVയുടെ പെർഫോമൻസ് ഐസ് എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? EVയുടെ പരിപാലന ചെലവ് അഥവാ മെയിൻ്റനൻസ് കോസ്റ്റ് ഐസ് എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണോ? ദീർഘദൂര യാത്രകളിൽ ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തത കേരളത്തിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അഥവാ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ നേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? ഒരു EV ഉപഭോക്താവ് എന്ന നിലയിൽ വാഹനത്തിൽ താങ്കൾ സംതൃപ്തനാണോ? വാഹനത്തിന്റെ റീസെയിൽ സംബന്ധമായ ആശങ്കകൾ നിങ്ങൾക്കുണ്ടോ? കാലപ്പഴക്കം മൂലം നിങ്ങൾ ഇപ്പോഴത്തെ EV ഭാവിയിൽ മാറേണ്ടി വന്നാൽ നിങ്ങൾ ഒരു EV തന്നെ സെലക്ട് ചെയ്യുമോ? അവസാനത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു?
ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടി വാഹന ഉടമയുടെ പേര്, മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയവയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗ്ഗമാണത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ടിലേക്ക് പോകാം. ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഐസ് എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ EV ലാഭകരമാണെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ലാഭമാണ് EV എന്ന് പറയുന്നത്. 92.63% പേരാണ്. EV നഷ്ടമാണെന്ന് പറയുന്നത് 7.37% പേരാണ്. അതായത് നമ്മളിത് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ റെസ്പോൺസിൽ 93% പേര് പറയുന്നു EV ലാഭമാണ്, 7% പേര് പറയുന്നു EV നഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെർഫോമൻസ് സംബന്ധമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ EVയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ മുൻ ഉത്തരം പോലെ തന്നെ സെയിം കൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. 92.63% പേര് പറയുന്നു EV ബെറ്റർ ആണ് പെർഫോമൻസ് ബേസിൽ. ഇവിടെ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാസുഖം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഐസ് എഞ്ചിൻ വാഹനങ്ങൾ, പെട്രോൾ ഡീസൽ വാഹനങ്ങളാണ് പെർഫോമൻസിൽ ബെറ്റർ എന്ന് പറയുന്നത് 7.37%. അപ്പോൾ മുൻ ഉത്തരം പോലെ തന്നെ 93% പേർക്കും EVയുടെ പെർഫോമൻസ് ബെറ്റർ ആണെന്നൊരു അഭിപ്രായമാണുള്ളത്. മോശമാണെന്നൊരു അഭിപ്രായമുള്ളത് കേവലം 7% പേര് മാത്രമാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെയിൻ്റനൻസ് കോസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. EVയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഐസ് എഞ്ചിൻ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണോ? യെസ്, EVക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നു 21.96% പേർ. എന്നാൽ 78.04% പേര് പറയുന്നു മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. അതായത് നമുക്ക് ഈ പൈ ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 78% പേർക്കും EVയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കേവലം 22% പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. അതായത് ഐസ് എഞ്ചിൻ വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ EVയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദീർഘദൂര യാത്രകളിൽ ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തത കേരളത്തിൽ ഉണ്ടോ? അതായത് നമ്മൾ പലവരും EV എടുക്കുന്നത് സിറ്റി യൂസിന് വേണ്ടി മാത്രമല്ല, അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവൻ്റെ ദീർഘദൂര യാത്രകൾക്കും കൂടി വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. കാരണം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ടോ എന്നറിയാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതിൽ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തത ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 51.93% പേരാണ്. ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 32.98% പേരാണ്. കനോട്ട് സേ നൗ, ഇപ്പോൾ പറയാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 15.09%. അപ്പം നമുക്കത് ഒന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തതയുണ്ട്. ഏതാണ്ട് 52% പേരും ഒറ്റ സ്വരത്തിൽ പറയുന്നു കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തതയുണ്ട്. 15% പേര് പറയുന്നു ഇപ്പോൾ പറയാനാവില്ല. 33% പേർ മാത്രമേ പറയുന്നുള്ളൂ ആവശ്യമായ എണ്ണം ചാർജിംഗ് സ്റ്റേഷൻ കേരളത്തിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അതായത് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ആവശ്യത്തിന് ചാർജിംഗ് സ്റ്റേഷൻ ഇല്ല എന്നൊരു അഭിപ്രായമാണുള്ളത്. എന്നാൽ കുഴപ്പമില്ല, ചാർജിംഗ് സ്റ്റേഷനൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് പറയുന്നത് 33% പേരാണ്. 15% പേര് ഇതിലൊന്നും പെടുന്നില്ല. ഒരു പക്ഷെ അവർ സിറ്റി യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാഹനമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പറയാനാവില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷൻ എത്താം, കുറച്ചും കൂടി ചാർജിംഗ് സ്റ്റേഷന്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കാനുണ്ട്. അപ്പോൾ ഇനി വരുംകാല ഭാവിയിൽ ഇപ്പം പുതിയ പുതിയ ചാർജിംഗ് സ്റ്റേഷനുകളൊക്കെ ഇതിന് ശേഷവും പലതും ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ വലിയ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നാലാമത്തെ ചോദ്യത്തിനോടൊപ്പം നമ്മളൊരു സബ്സിഡിയറി ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കേരളത്തിന് വെളിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തത അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൽ കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് കിട്ടിയ ആൻസറിൽ 80 പേര് പറയുന്നു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, ചാർജിംഗ് സ്റ്റേഷൻ കുറവാണ്. 20 പേർ മാത്രമാണ് പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന്. 85 പേരോളം പറയുന്നു ഇപ്പോൾ പറയാനാവില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പം നമ്മൾ സർവേ എടുത്ത എല്ലാവരും കേരളത്തിന് വെളിയിൽ യാത്ര ചെയ്യുന്നവരല്ല.
കുറച്ചു പേരൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൂ. എങ്കിലും നമുക്ക് അതും അറിയേണ്ട ഒരു ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് വെളിയിലും ചാർജിങ് സ്റ്റേഷന്റെ അപര്യാപ്തത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് EVയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ. അതായത് പലപ്പോഴും പല EVകൾക്കും പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ പലപ്പോഴും പല EV ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം അതില് 41.55% പേരും പറയുന്നു തങ്ങളുടെ വണ്ടിക്ക് സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ 58.45% പേരും പറയുന്നു അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ നമുക്കറിയാം റെഗുലർ സർവീസുമായി ബന്ധപ്പെട്ട പലർക്കും പ്രശ്നങ്ങളില്ല. മറിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അത് കൃത്യസമയത്ത് പരിഹരിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനുള്ള കാലതാമസം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അനാദിയായിട്ടുള്ള പ്രശ്നങ്ങൾ പല EV കമ്മ്യൂണിറ്റികളും ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും അതിനൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നതും. അതായത് 42% പേർക്കും സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. കേവലം 58% പേർക്ക് മാത്രമാണ് സർവീസ് പ്രശ്നങ്ങൾ ഇല്ലാത്തത്. അപ്പൊ ഇതൊരു വലിയൊരു സംഖ്യ തന്നെയാണ്. അതായത് ഒരു വാഹനം എടുത്ത മൊത്തം പേരിൽ 42% പേരും പറയുന്നു ഞങ്ങൾക്ക് സർവീസ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ EV മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ വാഹനം വിറ്റാൽ മാത്രം പോരാ, അതിന് മികച്ചൊരു സർവീസും കൂടി നൽകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു വാഹനം എടുത്ത 42% പേർക്കും സർവീസ് പ്രോബ്ലംസ് ഉണ്ട്. 58% പേർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലില്ലാത്തത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു EV ഉപഭോക്താവ് എന്ന നിലയിൽ വാഹനത്തിൽ താങ്കൾ സംതൃപ്തനാണോ? എന്ന് വെച്ചാൽ ഒരു EV യൂസ് ചെയ്യുന്ന വ്യക്തി ആ വാഹനത്തിൽ സംതൃപ്തനാണോ? അത് പല ആസ്പെക്റ്റിലായിരിക്കാം. ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാസുഖം, സാമ്പത്തികമായ കാര്യങ്ങൾ, സർവീസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം ഒരു EV ഓണർ അതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം വളരെ രസകരമാണ്. 76.49% പേരും പറയുന്നു ഞങ്ങളുടെ വാഹനത്തിൽ സംതൃപ്തരാണ്. അല്ല എന്ന് പറയുന്നത് കേവലം 12.63% പേര് മാത്രമാണ്. 10.88% പേര് പറയുന്നു ഞങ്ങൾക്ക് സംതൃപ്തിയില്ല. അതായത് മൊത്തം നമുക്ക് കിട്ടിയ റെസ്പോൺസിൽ 76% പേരും അവരുടെ വാഹനത്തിൽ സന്തുഷ്ടരാണ്. 13% പേരും മാത്രമാണ് സംതൃപ്തിയില്ലാത്തത്. 11% പേര് ഇപ്പോൾ പറയാനാവില്ല. കാരണം ചിലപ്പോൾ വാഹനം എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനാവില്ല. അപ്പം ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1.5 വർഷം വാഹനം ഓടിച്ചവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർ പറയുന്നു ഞങ്ങൾ സംതൃപ്തരാണ്. അതായത് 3/4 പേരും നിലവിൽ വാഹനം ഉപയോഗിക്കുന്ന 3/4 പേരും തങ്ങളുടെ വാഹനത്തിൽ അവർ സംതൃപ്തരാണ്. ഒരു ചെറിയൊരു ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതായത് 13% പേര് മാത്രമേ ഉള്ളൂ തങ്ങളുടെ വാഹനത്തിൽ സംതൃപ്തി ഇല്ല എന്നൊരു ഉത്തരം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 11% പേര് ഇപ്പോൾ പറയാനാവില്ല എന്നൊരു സ്റ്റാൻഡാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. നിലവിൽ വാഹനം ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും 75% മുകളിൽ ആൾക്കാർ തങ്ങളുടെ വാഹനത്തിൽ സംതൃപ്തരാണ്. EVയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം അതിന്റെ റീസെയിൽ സംബന്ധമായ ആശങ്കകളാണ് കസ്റ്റമേഴ്സിന്റെ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 8ാമതായി ചോദിച്ച ക്വസ്റ്റ്യൻ, വാഹനത്തിന്റെ റീസെയിൽ സംബന്ധമായ ആശങ്കകൾ നിങ്ങൾക്കുണ്ടോ? അതിൽ പങ്കെടുത്തവരിൽ 58.33% ആൾക്കാരും പറയുന്നു റീസെയിൽ സംബന്ധമായ ആശങ്കകൾ ഞങ്ങൾക്കുണ്ട്. കേവലം 22.92% മാത്രമേ പറയുന്നു ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആശങ്കകളില്ല. 18.75% ആൾക്കാർ കനോട്ട് സേ നൗ, ഇപ്പോൾ നമുക്ക് പറയാനാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് വാഹനം എടുത്തതിൽ 58% പേരും പകുതിയിലധികം പേർക്കും വാഹനത്തിന്റെ റീസെയിൽ സംബന്ധമായ കാര്യങ്ങളിൽ ആശങ്ക പുലർത്തുന്നവരാണ്. അത്തരം ആശങ്കകൾ ഇല്ലാത്തത് 23% പേര് മാത്രമാണ്. എന്നാൽ 19% ആൾക്കാർക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായമില്ല എന്ന് പറയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീസെയിൽ ഈ വാഹനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ
മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കമ്പനികൾ അതിന് വേണ്ടി നല്ല നടപടികൾ കൈക്കൊള്ളുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാഹനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അതായത് ഒരു EV യൂസർ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ 7 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. അതിൽ ഒന്നാമത്തെ എക്സലന്റ്, അതായത് 25%-ലധികം ആൾക്കാർ പറയുന്നു അവരുടെ വാഹനം എക്സലന്റ് ആണ്. വെരി ഗുഡ് എന്ന് പറയുന്നത് 31.72%. ഗുഡ് എന്ന് പറയുന്നത് 30.69%. ആവറേജ് എന്ന് പറയുന്നത് 7.59%. മോശം ബാഡ് എന്ന് പറയുന്നത് 1.38%. വെരി ബാഡ് എന്ന് പറയുന്നത് 1.38%. കനോട്ട് സേ നൗ 1.72%. അപ്പൊ അതിൽ നിന്നും നമുക്ക് എക്സലന്റ്, വെരി ഗുഡ്, ഗുഡ് ഇങ്ങനെ ഉള്ള ഇതെടുത്താൽ ഏതാണ്ട് 87%-ഓളം ആൾക്കാർക്കും വാഹനം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത് നിലവിൽ. എന്നാൽ അതിലൊരു 8% പേര് ആവറേജ് ആണെന്ന് പറയുന്നു. ഏതാണ്ട് 2.5% ആൾക്കാരോളം പറയുന്നു മോശമാണെന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സർവേ നടത്തുവാൻ കാരണമായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിലവിൽ EV യൂസ് ചെയ്യുന്ന 51% പേരും തിരിച്ച് പെട്രോൾ ഡീസൽ വാഹനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നമ്മുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ആഡ് ചെയ്തിരുന്നത്, കാലപ്പഴക്കം മൂലം നിങ്ങളുടെ ഇപ്പോഴത്തെ EV ഭാവിയിൽ മാറേണ്ടി വന്നാൽ നിങ്ങൾ ഒരു EV തന്നെ സെലക്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ, നിങ്ങളുടെ EV വിൽക്കേണ്ടിയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ വീണ്ടും EV തന്നെ എടുക്കുമോ? അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവെന്ന് പറയുന്നത് 86.76% ഉപഭോക്താക്കളും പറഞ്ഞു ഞങ്ങൾ EVയിൽ തന്നെ തുടരും. ഇനി ഒരു വാഹനം എടുത്താൽ അത് EV തന്നെ ആയിരിക്കുമെന്നാണ് 86.76% ആൾക്കാരും പറഞ്ഞത്. ഒരു 13.24% മാത്രം ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾ ഇനി EVയിൽ തുടരില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നമുക്കിത് വളരെ എന്താ പറയാ, നമ്മൾ EV യൂസ് ചെയ്യുന്നവരിൽ മാത്രം നടത്തിയ സർവേ ആണ്. നമുക്ക് 284 പേര് നമ്മളോട് റെസ്പോണ്ട് ചെയ്തു. അതിൽ 86.76% ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങൾ EVയിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ EVയിൽ തന്നെ തുടരും, ഇനി ഞങ്ങളൊരു വാഹനം എടുത്താൽ EV മാത്രമേ വാങ്ങുകയുള്ളൂ. 13% പേര് മാത്രം അവര് ഈ EV മാറാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. നമ്മൾ ഈ സർവേ എടുക്കുന്നതിന് കാരണമായ മുൻ സർവേ, ആ സർവേ പ്രകാരം 51% പേര് ഈ വാഹനം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ സർവേയിൽ നമുക്ക് മനസ്സിലായത് 83% പേരും ഈ വാഹനത്തിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഒരു വാഹനം വാങ്ങിയാലും അവർ EV തന്നെ സെലക്ട് ചെയ്യുകയുള്ളൂ. അതേസമയം ഈ 2 സർവേകളിലും ഒരേപോലെ തോന്നിയ കാര്യങ്ങൾ റീസെയിൽ സംബന്ധിച്ച ആശങ്കകളാണ്. അതായത് നമ്മുടെ സർവേയിലും പറയുന്നു ഏതാണ്ട് 58% പേർക്കും അത്തരം ഒരു ആശങ്കയുണ്ട്, ഈ വാഹനത്തിന് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് 52% പേരും പറയുന്നു ചാർജിങ് സ്റ്റേഷൻ അപര്യാപ്തമാണെന്ന് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുൻ സർവേയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് 78% പേരും പറയുന്നു ഈ വാഹനത്തിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 80% മുകളിൽ ആൾക്കാർ ഈ വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതിനോടൊപ്പം തന്നെ വാഹനത്തിന്റെ പ്രകടനം നോക്കിയാൽ അതും ഐസ് എഞ്ചിൻ വാഹനങ്ങളെക്കാൾ ഫാർ ബെറ്റർ ആണെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചകൾക്കായിട്ട് ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്